ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കറി കൂട്ടിയും കഴിക്കാം, കറി കൂട്ടാതെയും കഴിക്കാം. സൂപ്പറാണ്. നമുക്ക് ഈസി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ. അതിനുവേണ്ടി 1 കപ്പ് അളവിൽ നൈസായിട്ടുള്ള അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് ആക്കി കൊടുക്കാം. പിന്നെ ആവശ്യമായ ഉപ്പും കൂടെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 കപ്പ് അളവിൽ പച്ചവെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് കട്ടയൊന്നുമില്ലാതെ നമുക്ക് കലക്കിയെടുക്കാം. നന്നായിട്ട് തന്നെ കലക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു ചുവട് കെട്ടിയുള്ളൊരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കൈവശമുണ്ടെങ്കിൽ അതിലോട്ട് ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ട് കൈയെടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. അല്ലാതെ പെട്ടെന്ന് ഒറ്റയടിക്ക് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കരുത്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. പാനിൽ നിന്ന് വിട്ടുപോകുന്ന പരുവം വേണം. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ല എടുത്തേക്കണം. നോൺ സ്റ്റിക്കിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഇച്ചിരി നേരം കൂടി ഇളക്കിയാൽ മതി. ഓഫ് ചെയ്തതിന് ശേഷം അന്നേരം കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഞാനൊരു ചെരുവത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് മൂടി കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ചെറിയ തോതിൽ തണുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തേങ്ങ ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ചെറിയൊരു ചൂടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എനിക്ക് കറക്റ്റ് ആണ്. ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത്. നമുക്കിപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കാം. ഞാനൊരു വാഴയില റൗണ്ടിൽ കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും വെച്ച് വെള്ളം തടവി കൊടുക്കാം. ഒരു റൗണ്ടിൽ ഇങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് എന്തോരോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. കൈ ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കണം, മുട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ കുറച്ചിങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് റെഡിയാക്കിയതിന് ശേഷം ബാലൻസ് ഉള്ളൂ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനൊരു വാഴയില റൗണ്ടിൽ കട്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലോട്ട് കുറച്ച് വെള്ളം കൂടെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഉരുള എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് എന്നിട്ടൊന്ന് കൈ വെച്ചൊന്ന് പരത്തി കൊടുക്കാം. കൈ വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് വാഴയിൽ നിന്ന് നമുക്കിങ്ങനെ എളുപ്പത്തിൽ വിടിയിച്ചെടുക്കാൻ പറ്റും. കൈ വെച്ച് പരത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എനിക്കിപ്പോൾ ഇതാ കുറച്ചും കൂടെ സൗകര്യം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വാഴയിലോട്ട് വെച്ച് കൊടുത്തേക്കുന്നത്. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം മതിയാകും. നമുക്ക് ഓരോന്നും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നത്. ഒന്ന് മുരിച്ചെടുത്താൽ മാത്രം മതിയാവും. ഓൾറെഡി കുക്കഡാണ്.
റെഡി ആവണതനുസരിച്ച് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്ന് എടുക്കാം. ഇനി ബാലൻസ് ഉള്ളതും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരം തന്നെയാണ് തയ്യാറാക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുതേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.